പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൗദിയിൽ STC പേ ഡിജിറ്റൽ വാലറ്റ് ആപ്പ് വന്നതിന് ശേഷം അതുപോലത്തെ ഒരുപാട് ആപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. UR പേ, മൊബൈലി പേ, ടിക്മോ, ബർക്ക്. അതുപോലെ ഈ അടുത്ത് വന്ന പുതിയൊരു ആപ്പാണ് SNB ബാങ്കിൻ്റെ നിയോ എന്നൊരു ആപ്പ്. സ്വാഭാവികമായിട്ടും നമ്മളൊരു പുതിയ ആപ്പ് വരുമ്പോൾ അതായിരിക്കും ഉപയോഗിക്കുക. അതിൽ ട്രാൻസ്ഫർ ഫീ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ അതിൽ റെഫറൻസ് ഉണ്ടാവും, റെഫറൻസ് ചെയ്തിട്ട് ക്യാഷ് ബാക്ക് ഉണ്ടാവും. അതുപോലെ പിന്നെ റേറ്റും മറ്റുള്ള ആപ്പുകൾ വെച്ചിട്ട് കൂടുതലായിരിക്കും. നമ്മൾ പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഈ ആപ്പ് ഉപയോഗിക്കുന്നത് നാട്ടിലേക്ക് ക്യാഷ് അയക്കാനാണ്. പിന്നെ വളരെ കുറച്ച് ആളുകൾ അതിൻ്റെ ATM കാർഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ STC പേ ഇപ്പോൾ STC ബാങ്കായ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. കാരണം ആ ഒരു STC പേ എന്നുള്ള ആപ്പ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിലവിൽ നിങ്ങളത് ബാങ്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത്. ആ ഒരു ആപ്പ് ഷട്ട് ഡൗൺ ആവുന്നതിന് മുന്നേ നിങ്ങൾ STC ബാങ്കിലേക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനെക്കുറിച്ചുള്ള വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ SNB ബാങ്കിൻ്റെ, അതായത് നമ്മൾ ക്വിക്ക് പേ ഉപയോഗിക്കുന്ന അതേ ബാങ്കിൻ്റെ ആപ്പാണ് നിയോ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക. അതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ റെഫറൻസിന് പോയിൻ്റ് ആണ് ലഭിക്കുന്നത്, ക്യാഷ് ബാക്ക് അല്ല. പോയിൻ്റ് നമുക്ക് റിഡീം ചെയ്തിട്ട് പിന്നെ ക്യാഷ് ബാക്ക് ലഭിക്കും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ അതിൽ റെഫറൽ കോഡ് കൊടുക്കുമ്പോൾ എൻ്റെ ഈ ഒരു കോഡ് കൊടുത്തിട്ട് നിങ്ങൾക്കത് റെഫറൽ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് റെഫറൽ കോഡ് വെക്കും. അപ്പോൾ ഈ ഒരു കോഡ് കൊടുത്താൽ മതി, നിങ്ങൾക്കും എനിക്കും പോയിൻ്റ് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വൈകാതെ നിയോ ആപ്പിനെ കുറിച്ചിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നിയോ ആപ്പ്. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഈ കാണുന്ന മെസ്സേജൊക്കെ അലോ ചെയ്യുക. ലൊക്കേഷൻ സർവീസും നോട്ടിഫിക്കേഷൻ സർവീസൊക്കെ അലോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ഇനി ഏറ്റവും മുകളിലായിട്ട് ഇക്കാമ നമ്പറും അതിന് താഴെയായിട്ട് മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. മൊബൈലിലേക്ക് വരുന്ന 4 അക്ക OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ റെഫറൽ കോഡാണ്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അവിടെ. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇനി ഇവിടെ ഈ മൂന്നാമത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പ്ലോർ നിയോ ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആപ്പിലെത്തി, ആപ്പ് ഓപ്പണായി. ഇനി നമുക്ക് നമ്മളെ പ്രൊഫൈൽ സെറ്റ് ചെയ്യണം. ഏറ്റവും മുകളിൽ പ്രൊഫൈലിൽ ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം കംപ്ലീറ്റ് പ്രൊഫൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. ഇവിടെ അത് ആദ്യം നിഫാത്ത് ആപ്പുമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ റിക്വസ്റ്റ് നിഫാത്ത് വരും. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിഫാത്തിൽ ആപ്പിൽ അടിച്ചു കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ശേഷം നിഫാത്തിൻ്റെ 6 അക്ക കോഡ് അടിച്ച് വീണ്ടും ഈ പേജിൽ വന്നിട്ട് നിങ്ങളുടെ ഇൻകം സോഴ്സ് ഇവിടെ സാലറിയോ സേവിങ്ങോ പേഴ്സണലോ എന്താ വേണ്ടി വെച്ചിട്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സാലറി സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് ഇംഗ്ലീഷ് ന്യൂമറിക്ക് മാത്രമാണ് കൊടുക്കേണ്ടത്. ഒരു ക്യാപിറ്റൽ ലെറ്റർ മിനിമം ഉണ്ടായിരിക്കണം, ഒരു നമ്പറെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് കൊടുത്തത് കറക്റ്റായാൽ ഇതെല്ലാം ടിക്ക് മാർക്ക് ഗ്രീൻ ആയിട്ട് വരും. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇനി നിങ്ങളൊരു 5 അക്ക പാസ്കോഡ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡാണ്. ഒരു 5 അക്കം നിങ്ങൾ അവിടെ കൊടുത്തിട്ട് ഡണ്ണ് കൊടുക്കുക. അപ്പം മൊബൈലിലേക്ക് ഒരു കോൾ വരും. ആ കോള് അറ്റൻഡ് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള കോഡ് ഏതാണ് പറയുന്നത് ആ നമ്പർ അടിച്ചിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുക. We are delighted to have you join us. To proceed, please press 3. Thank you. Your one-time password has been sent to you. തുടർന്നൊരു 4 അക്ക OTP വരും. ആ OTP എൻ്റർ ചെയ്യുക. ഇപ്പോൾ നിങ്ങളെ ബാങ്കിൻ്റെ IBAN നമ്പറും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ ആപ്പ് ഒന്നുകൂടി ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഒരു 1000 പോയിൻറ്റ് ഇവിടെ വെൽക്കം പോയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അത് കൺവേർട്ട് നോ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അത് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. പ്രൊഫൈലിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ IBAN നമ്പർ കാണാം. അതുപോലെ തന്നെ ഈ ആപ്പിൻ്റെ സെറ്റിങ്സൊക്കെ കാണാം. പിന്നെ റെഫർ ഫ്രണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ
റെഫറൽ കോഡ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും, മറ്റൊരാൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ട്രാൻസാക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷനൊക്കെ ഇവിടെ കാണാം. ഇപ്പോൾ 1 റിയാലാണ് കേട്ടോ നമ്മൾ 1000 പോയിൻറ്റ് റിഡീം ചെയ്തിട്ട് കിട്ടിയത്. മറ്റുള്ള ആപ്പിലൊക്കെ മിനിമം ഒരു 5 റിയാൽ റെഫറലായിട്ട് നമുക്ക് വരാറുണ്ട്. പിന്നെ ക്യാഷ് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഐബാൻ കാർഡ് പേ ഡെപ്പോസിറ്റ് ഉണ്ട്. കാർഡ് ഡെപ്പോസിറ്റ് നിലവിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് ആയിട്ടില്ല, കമ്മിങ് സൂണാണ്. ഐബാൻ വെച്ചിട്ട് നമുക്കിതിലേക്ക് ആഡ് ഓൺ ചെയ്യാം. പിന്നെ ATM കാർഡുണ്ട്, അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. മറ്റുള്ള ആപ്പിലൊക്കെ ഇപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ 4 ടൈപ്പ് ഡെബിറ്റ് കാർഡാണ് ഇതിലില്ല. നിങ്ങൾ റിക്വസ്റ്റ് കാർഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 4 ടൈപ്പ് കാർഡ് കാണാം. ട്രാവൽ കാർഡ് പ്ലാറ്റിനം, ട്രാവൽ കാർഡ് വേൾഡ്, ലൈഫ് സ്റ്റൈൽ കാർഡ് പ്ലാറ്റിനം, ലൈഫ് സ്റ്റൈൽ കാർഡ് വേൾഡ്. അത് ഈ വേൾഡ് എന്നുള്ള 2 ടൈപ്പ് കാർഡിനും ഇയർലി പേയ്മെൻ്റ് ഉണ്ട്. ഇയർലി 350 റിയാലാണ് ഇതിന് ചാർജ് വരുന്നത്. അതിൽ കുറച്ച് ഓഫറുകളൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് ടൈപ്പ് കാർഡാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേൾഡ് നല്ല 2 കാർഡുമാണ് പേയ്മെൻ്റ് ഉള്ളത്. നിങ്ങൾക്ക് ട്രാവൽ കാർഡ് വേണോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കാർഡ് വേണോ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ട്രാവൽ കാർഡ് ചൂസ് ചെയ്തു. അതിനുശേഷം കൺഫേം ആൻഡ് റിക്വസ്റ്റ് എന്ന് കൊടുത്തു. നിങ്ങൾക്ക് നെയിമിൻ്റെ അവിടെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ നെയിമിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിലൊക്കെ അങ്ങനെ ആ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് ചെയ്യാം. അതിനുശേഷം കൺഫേം ആൻഡ് റിക്വസ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഫോണിലേക്ക് കോൾ വരും. ആ കോളിൽ പറയുന്ന നമ്പർ അടിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഇത് കൺഫേം ചെയ്യാൻ ഏത് നമ്പറാണ് പറയുന്നത് ആ നമ്പർ കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാർഡ് ആക്റ്റീവ് ആവും. നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നേരിട്ടത് നിങ്ങളുടെ ആപ്പിൾ വാലറ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നേരിട്ട് ആഡ് ടു ആപ്പിൾ വാലറ്റ് കൊടുത്തിട്ട് ആപ്പിൾ പേയിലേക്ക് ഇത് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ കാർഡ് എന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാം. അവിടെ താഴെയായിട്ട് വ്യൂ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്താൽ നിങ്ങളുടെ കാർഡ് നമ്പർ, പിന്നെ കാർഡിൻ്റെ CVV, എക്സ്പയറി ഡേറ്റ് ഒക്കെ അവിടെ കാണാം. അതിന് താഴെയായിട്ട് സ്പെൻഡിങ് ലിമിറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ATM വിഡ്രോയിൽ എത്ര വേണം. അപ്പോൾ നിലവിൽ അതിൽ എല്ലാ 5000 കാണുന്നത്. അതുപോലെ ഇൻസ്റ്റോർ പേയ്മെൻറ്റ് നിങ്ങൾ എക്സ്പോസ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര വേണം. ഞാനിപ്പോൾ അവിടെ 1000 ആക്കി കൊടുത്തു. അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസ് ഞാനവിടെ ഓഫ് ചെയ്തിട്ടു. ഞാൻ പൊതുവെ എൻ്റെ കാർഡുകളിലൊക്കെ ഈ ഓൺലൈൻ പർച്ചേസ് ഓഫ് ചെയ്യാറാണ് പതിവ്. കാരണം എന്താ വെച്ചാൽ പല തട്ടിപ്പിനും അത് കാരണമാവും. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം അത് ഓൺ ചെയ്താൽ മതി, അതായിരിക്കും നല്ലത്. ഓൺലൈൻ ഫ്രോഡുകളൊക്കെ ഹാക്കിങ്ങും രീതിയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സമയത്താണ് പർച്ചേസ് ചെയ്തത് ആപ്പിൽ വന്നിട്ട് ആ കാർഡിൻ്റെ ഓൺലൈൻ പർച്ചേസ് ഒന്ന് ഓൺ ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ട് അത് ഓഫ് ചെയ്തിട്ടുള്ളത് ഒന്നായിരിക്കും. പിന്നെ ഉള്ളത് അതിൻ്റെ താഴെയായിട്ട് കാർഡ് പിന്നുണ്ട്. അതിൽ കൊടുത്തിട്ട് കാർഡ് പിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് പിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊരു ATMൻ്റെ ഇത് പിന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. 4 അക്ക സെക്യൂരിറ്റി കോഡ് സെറ്റ് ചെയ്യുക. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ. പിന്നെ റീപ്ലേസ് ആൻഡ് ക്യാൻസൽ കാർഡൊക്കെ കൊടുത്തിട്ട് ഞാനിപ്പോൾ റിക്വസ്റ്റ് ഫിസിക്കൽ കാർഡിനാണ് ഇവിടെ കൊടുത്തത്. ഫിസിക്കൽ കാർഡ് മുകളിൽ നമ്മൾ അഡ്രസ്സൊക്കെ കാണാം. അതിൻ്റെ താഴെ അതിൻ്റെ ഫിസിക്കൽ ചാർജ് കാർഡിന് ഫ്രീ ആണ്. മറ്റുള്ള ഇപ്പോൾ ടിക്മോലൊക്കെ ഫിസിക്കൽ കാർഡിന് ക്യാഷ് ഉണ്ട്. ഇതിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ റിക്വസ്റ്റ് കാർഡ് എന്നുള്ള ഏറ്റവും താഴത്തെ ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാർഡിന് പിന്നെ റിക്വസ്റ്റ് ചെയ്യാം. പിന്നീടുള്ളത് ഇവിടെ ട്രാൻസ്ഫറാണ്. ട്രാൻസ്ഫറിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ സെലക്ട് ചെയ്താൽ ഇപ്പോൾ എൻ്റെ 2 ബെനിഫിഷ്യറിയാണ് കാണുന്നത്. അതായത് നമ്മൾ ക്വിക്ക് പേയിലും SNB ബാങ്കിൽ നിലവിൽ കൊടുത്ത അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ബെനിഫിഷ്യറി കാണുന്നത്. നിങ്ങൾ അവിടെ അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇവിടെ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ലോക്കൽ ട്രാൻസ്ഫറും മറ്റുള്ള വാലറ്റ് പോലെ വാലറ്റ് ടു വാലറ്റ് ട്രാൻസ്ഫറൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സദാത് പേയ്മെൻറ്റ് ബാങ്കിൽ ചെയ്യുന്ന പോലെ അതൊക്കെ ഈ ഒരു ആപ്പിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ള ആപ്പിലെ പോലെ തന്നെ ഒരുപാട് മോർ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ പാടെ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നിയോ ആപ്പിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ. നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.